കണ്ണൂർ മോഡൽ നിൽക്കുന്നത് കണ്ണൂർ പോളിടെക്നിക്കിലാണ്. 19 വർഷത്തിന് ശേഷമാണ് കലോത്സവം ഈ കണ്ണൂരിന്റെ മണ്ണിലേക്ക്, അതായത് പോളിടെക്നിക് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു 19 വർഷമായി കലോത്സവം നമ്മുടെ ഈ കണ്ണൂരിലേക്ക് വന്നിട്ട്, അപ്പൊ എന്താണ് ഒരു എക്സ്പീരിയൻസ്, എന്താണ് പറയാൻ പറ്റും? തീർച്ചയായും നല്ലൊരു അനുഭവമാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ സൂചിപ്പിച്ചു വെച്ചതുപോലെ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇത്തരത്തിലേക്കൊരു ഇന്റർപോളി സംസ്ഥാനതല ഇന്റർപോളി കലോത്സവം ഇവിടെ വെച്ച് നടക്കുന്നത്. അത് വളരെ നല്ല രീതിയിലേക്ക്, നല്ല സംഘാടക മികവോട് കൂടിയിട്ട്, നല്ല വിദ്യാർത്ഥി പങ്കാളിത്തത്തോട് കൂടിയിട്ട് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വിജയിച്ചു വരുന്നുണ്ട്. ഏകദേശം 60ഓളം ഐറ്റങ്ങളിലായി 2000ഓളം വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായിട്ട്, ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള വേദികളിലായി ഇന്നിപ്പോ 4ഓളം വേദികളിലായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇന്നലെയാണ് ആരംഭിച്ചത്. ഇന്നലെ ആരംഭിച്ചു. 27-ാം തീയതി വരെയാണ് ഈ കലോത്സവം ഇവിടെ വെച്ച് നടക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കണ്ണൂർ പോളിയിൽ ഇങ്ങനെ ഒരു കലോത്സവം വന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് നല്ല രീതിയിൽ ഈ കലോത്സവത്തിന്റെ സംഘാടനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വന്ന എല്ലാ കലാപ്രതിഭകളും ഈ കലോത്സവം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇനിയും ഈ കലോത്സവം 2 ദിവസം ബാക്കിയുണ്ട്. ആ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള സംഘാടനം ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവും. എൻ്റെ പേര് അഭിനവ് വിഷ്ണു. ഞാനിവിടെ ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറാണ്. ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. 2018 ഇവിടുന്ന് പാസ് ഔട്ട് ആയ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പം 19 വർഷത്തിന് ശേഷമാണ് നമ്മളെ കണ്ണൂർ പോളിയിൽ ഒരു ഇന്റർപോളി കലോത്സവം വരുന്നത്. അതിന് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടുത്തെ ഒരു പഴയ നാടകം അഭിനേതാവ് എന്നുള്ള നിലയിലും ഇങ്ങനെ ഒരു പോളി സംഘടിപ്പിക്കാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം 2 ദിവസമായി, ഇന്നലെ തുടങ്ങിയതാണ്, ഇന്നലെ രാവിലെ ആരംഭിച്ചതാണ് പോളിടെക്നിക്കിലെ കലോത്സവം. ഇന്നിപ്പോൾ 2ാം ദിനമായി. പരിപാടികളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നു. ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പരിപാടികൾ ഇന്ന് നടക്കുന്നു. ഇന്നിപ്പം സ്റ്റേജിൽ മാപ്പിളപ്പാട്ട് മെയിലും ഫീമെയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ സ്റ്റേജ് 2 സംഘഗാനം, സംഘനൃത്തം അതെല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് 19 വർഷത്തിന് ശേഷമാണ് കണ്ണൂർ ഇങ്ങനെ ഒരു കലോത്സവം വരുന്നത്. അപ്പോ കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആണ്, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയുന്നത് അവര്. അപ്പൊ എന്താണ് ഇതൊക്കെ ഒരുക്കി നിർത്താനൊക്കെ ഒരുപാട് ഇതിന്റെ കഷ്ടത ഇതിന്റെ ബാക്കിലുണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ? ഇതിപ്പം 1 മാസത്തിന് മുമ്പെയാണ് ഇവിടെ കലോത്സവം വരുന്നത് നമുക്ക് അറിയിപ്പ് കിട്ടിയത്. അന്ന് മുതൽ ഇതിന്റെ ഒരുക്ക പ്രവർത്തനങ്ങൾ എല്ലാവരും സംയോജിതമായിട്ട് സംസ്ഥാന കമ്മിറ്റികളും നമ്മളെ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറ്റപറ്റതായിട്ട് ഇത് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരമാവധി ഇത് ശ്രമിക്കുന്നത്. കാരണം 108ഓളം കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ പങ്കെടുക്കാൻ വരുന്നുണ്ട്. നിലവിൽ 2000ഓളം വിദ്യാർത്ഥികൾ ഓൾറെഡി പരിപാടികൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മളിത് സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ ജില്ലകളിൽ നിന്നും കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ ഇവിടെ എത്തിക്കാനൊക്കെ ഈ ഒരു അവസരത്തിൽ നമുക്ക് അറിയാം, ഇന്നിപ്പോ ട്രാൻസ്പോർട്ടിനൊക്കെ ഇവിടെ ഫുഡിനൊരു കമ്മിറ്റി, ട്രാൻസ്പോർട്ടിനൊരു കമ്മിറ്റി, അക്കോമഡേഷനൊരു കമ്മിറ്റി, പിന്നെ സ്റ്റേജിനൊരു കമ്മിറ്റി, അങ്ങനെ നിരവധി കമ്മിറ്റികളെ ഏകോപിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹോസ്റ്റലുകളിലും തൊട്ടടുത്തുള്ള ITI ഹോസ്റ്റലുകളിലും SN കോളേജിന്റെ ഹോസ്റ്റലുകളിലും തോട്ടവിളയിലെ IHT ഹോസ്റ്റലുകളിലും നമ്മൾ റൂം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സംഘാടന സമിതി ഇവിടെ വരുന്ന കുട്ടികളെ അതത് ഹോസ്റ്റലുകളിലേക്ക് അക്കോമഡേഷന് വേണ്ടി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ടീച്ചറെ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഒരുപാട് സപ്പോർട്ട് ഈ അക്കോമഡേഷനും ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ്? അതെ, നമ്മുടെ ഈ പോളിയുടെ സംസ്ഥാന യൂണിയനാണ് ഈ ഒരു കലാമേളനെ മെയിനായിട്ട് ഏകോപിപ്പിക്കുന്നത്. അവരുടെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണൂർ പോളിയിലെ സ്റ്റാഫ് അംഗങ്ങളും എല്ലാ കമ്മിറ്റികളിലും ചെയർമാൻമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കുട്ടികൾ വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം ഈ കുട്ടികളുടെ ഈ ഒരു എക്സ്പീരിയൻസ് ടീച്ചർ എങ്ങനെ പങ്കുവെക്കും? അവരുടെ കൂടെ, അതായത് അവരുടെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സംഘടന മികവുള്ള കുട്ടികൾ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് തുടക്കത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, കുട്ടികൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ അങ്ങനെ ശരിയാവോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവർക്കൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള നല്ല പരിചയമുള്ള കുട്ടികൾ തന്നെയാണ്. വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് സ്റ്റാഫ് എന്നുള്ള രീതിയിലൂടെ ആർക്കും തന്നെ ഇല്ല. നല്ല രീതിയിൽ തന്നെ അവരെ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നു.
അപ്പോ ടീച്ചറും ഈ അധ്യാപകനൊക്കെ പ്രതീക്ഷിച്ചതിലും മികവുറ്റ രീതിയിൽ തന്നെ ഈ ഒരു കലോത്സവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതെ, അങ്ങനെ തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. 2ാം ദിവസമായിട്ടുള്ള ഇന്ന് ഇനിയും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോ 19 വർഷത്തിന് ശേഷം നമ്മൾ കണ്ണൂര് വന്ന ഈ ഒരു കലോത്സവം വളരെ ഭംഗിയോടും കൃത്യതയോടും നടത്താനായിട്ട് നമ്മുടെ ഈ പോളിടെക്നിക്കിന് സാധിച്ചിട്ടുണ്ട്. സമയത്ത് ഹബീബുള്ള സ്വഹാബൊരു വേഗത്തിൽ തുളുതിര വിരക്കുമ്പോതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹാബൊരു വേഗത്തിൽ തുളുതിര വിരക്കുമ്പോതിൽ വിരിക വിട്ടിടപടവില്ല കുള്ളരിയലർപട്ടി മുട്ടുകൾ മുരശോടും തുടിത്തകൾ പ്രജപൊൾ ഒറ്റകൾ കുയിൽ വിളി തകർത്തികൾ കിടുകിട വിധം കേട്ട് ശോചായികൾ പൂയൂലാടുന്താ വിധം കേട്ട് ശോചായികൾ പൂയൂലാടുന്താ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹാബൊരു വേഗത്തിൽ തുളുതിര വിരക്കുമ്പോതിൽ കാറ്റുകൾ കൈകളിൽ ഏതിയ പൂമണം കാറ്റുകൾ കൈകളിൽ ഏതിയ പൂമണം കാവുകൾ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു കലപ്പറ നഗ്രത്തായി തെളിഞ്ഞൊരു കൈകൾ പൂമരത്താമര പൂപോലെ ജനകരാജന്റെ രത്നമായി ഇതിലെ രാജകുമാരിയായി കൊഞ്ചും ചാരിക പൈതലായി ലക്ഷ്മീകാന്തി വിലാസമായി വളർന്നു പെൺമണി സീതയാ We are